കാര്യവട്ടം ക്യാമ്പസിലെ KSU-SFI സംഘർഷത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. SFIക്ക് ഇടിമുറിയുടെ ഭീകരതയെന്ന് പ്രതിപക്ഷം. SFI ആയതുകൊണ്ട് മാത്രം 35 പേർ കൊല്ലപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. ഈ കേരളത്തില് ഏറ്റവും ഒടുവില് രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. അക്രമികൾക്ക് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടാനുള്ള ആഹ്വാനമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതിഷേധാർഹമാണെന്ന് SFI. പ്രതിപക്ഷത്തോടുള്ള പ്രതികരണം കരുതി വേണമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യമെന്ന പിണറായി വിജയൻ. മുന്നറിയിപ്പ് LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ കൂടോത്ര അന്ധവിശ്വാസ പ്രയോഗമെന്ന ആരോപണം. കണ്ണൂരിലെ വീട്ടിൽ തകിടുകളും രൂപങ്ങളും കണ്ടെത്തി. അപായപ്പെടുത്താൻ കഴിയില്ലെന്ന് K സുധാകരൻ. തലയ്ക്ക് തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ ആസ്പത്രി പോയപ്പോ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരു ഭാരമുണ്ട്, തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക. കണ്ടെടുത്തത് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിൽ. 1.5 വർഷം മുമ്പത്തെ ദൃശ്യങ്ങൾ പുറത്ത്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുന്നു. മൃതദേഹം അനിൽ മാറ്റിയെന്ന് സംശയം. യന്ത്രസഹായത്തോടെ തെരച്ചിൽ നടത്താൻ പോലീസ്. അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. നഗരത്തിന് പുറമെ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിലും ദുരിതയാത്ര. കണ്ട ഭാവമില്ലാതെ അധികൃതർ. കേരള വിഷൻ ന്യൂസിന്റെ വാർത്താ പരമ്പര തുടരുന്നു. നവ കുരിയടക്കം. തുറവൂർ അരൂർ മേഖലയിൽ സന്ദർശനം നടത്തി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി. ഉത്തർപ്രദേശ് ഹാത്രസ് ദുരന്തത്തിൽ 6 പേർ അറസ്റ്റിൽ. പിടിയിലായത് പരിപാടിയുടെ സംഘാടകരായ ബോലെ ബാബയുടെ അനുയായികൾ. ദുരന്തത്തിൽ മരിച്ച 121 പേരെയും തിരിച്ചറിഞ്ഞു. ലോക കിരീടവുമായി എത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഗംഭീര വരവേൽപ്പ്. നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കിഡെ സ്റ്റേഡിയം വരെ റോഡ് ഷോ. ടീമംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണമൊരുക്കി പ്രധാനമന്ത്രി.